സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മണി മാർക്കറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ്? നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മണി മാർക്കറ്റും തേർഡ് ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് മണി മാർക്കറ്റ് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മണി മാർക്കറ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, മണി മാർക്കറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് യൂസ്ഡ് ടു റൈസിങ് ഷോർട്ട് ടേം ഫണ്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് ടേം ഫണ്ട്സ് ഏൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് എന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി എങ്ങനെ വരിക? ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ അപ് ടു 1 ഇയർ, ഒരു വർഷമോ ഒരു വർഷത്തിന് താഴെയോ ആയിരിക്കും ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് അവിടെ ട്രേഡിംഗ് നടത്തുന്നത്? ബോറോവേഴ്സ്, ട്രേഡേഴ്സ്, മാനുഫാക്ചേഴ്സ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പെക്യുലേറ്റേഴ്സ്, ഇവരൊക്കെയാണ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ ആവശ്യം വരുന്നില്ല മണി മാർക്കറ്റിൽ. ബിഗ് സിറ്റീസ് ആയിട്ടുള്ള എന്താ പറയുക, ബിഗ് സിറ്റീസിലെല്ലാം മണി മാർക്കറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത്? മുംബൈ മണി മാർക്കറ്റ്, ന്യൂയോർക്ക് മണി മാർക്കറ്റ്, ലണ്ടൻ മണി മാർക്കറ്റ്. വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് ആണല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ എന്തായി? മണി മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആയി അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസറായി. ഈ പറയുന്നത് മണി മാർക്കറ്റിൻ്റെ മീനിങ് ആണ്. നമ്മൾ ഓവർവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് തന്നെ എഴുതിയാലും മതി. ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒരു സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് വേർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ് ഹാവിങ് ലിക്വിഡിറ്റി ഓഫ് 1 ഇയർ ഓർ ലെസ് ആർ ട്രേഡഡ്. അതായത് നമ്മൾ പറഞ്ഞു, ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ടുകൾ റൈസ് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കുള്ളതായിരിക്കും. ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ അപ് ടു 1 ഇയറിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള, എന്തായിരുന്നു ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നത്, ഈ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. നമ്മൾ എന്ത് ചെയ്ത് ഓവർവ്യൂ നോക്കി, അതുപോലെ തന്നെ മീനിങ് നോക്കി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പല ഹെഡായിട്ട് പഠിക്കേണ്ട, ഓവർവ്യൂ ആയിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് ഫീച്ചേഴ്സായിട്ട് പല ഹെഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം പഠിച്ചു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കി കഴിയുന്ന സമയത്ത് എന്താണ് മണി മാർക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫീച്ചർ അത്, മീനിങ് ഇത്, ഓവർവ്യൂ അത്, അങ്ങനെ മാറി ഒന്നും അറിയണ്ട. എന്താണ് എന്നതിനെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറയുന്നത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ അസറ്റ്സ് മെച്യൂരിറ്റി വിത്തിൻ 1 ഇയർ. അതായത് ഫിനാൻഷ്യൽ അസറ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവയുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും അല്ലെങ്കിൽ അപ് ടു 1 ഇയർ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബോറോവിങ് പീരീഡ് റേഞ്ച് ഫ്രം എ ഡേ ടു 6 മന്ത്സ്. ഒരു ദിവസം മുതൽ 6 മാസം വരെയാണ് ആ ഒരു ബോറോവിങ് പീരീഡ് എന്ന് പറയുന്നത്. കൂടുതൽ മുന്നോട്ടേക്ക് പോവില്ല. അതുപോലെ തന്നെ പറയുന്നതാണ് ഏതെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു മാർക്കറ്റിലുള്ളത്? കോൾ മണി, അതുപോലെ തന്നെ ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബില്ല് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോന്നും എന്താണെന്നുള്ളത് ഇനി നമ്മൾ നോക്കും. അതുപോലെ തന്നെ പറയുന്നതാണ് സബ് മാർക്കറ്റ്. ഇതെന്തുമായിട്ട് കണക്റ്റഡ് ആണ്? കൺസിസ്റ്റ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് സബ് മാർക്കറ്റ്. അതായത് സബ് മാർക്കറ്റുകളുണ്ട്.
ഇനി ബോറോവേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ്, മാനുഫാക്ചേഴ്സ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ബോറോവേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്ലേസ് വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് പറയുന്നത് നോ സ്പെസിഫിക് ഫിസിക്കൽ ലൊക്കേഷൻ ഫോർ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ ഒരു പ്ലേസ് വേണ്ട, ഒരു പെർട്ടിക്കുലർ പ്ലേസ് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഫോണിക് അല്ലെങ്കിൽ ഓറൽ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്താൽ മതി, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് ഇൻക്ലൂഡ് സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ് കേട്ടോ, കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡീൽസ് വിത്ത് ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോട്ട് ഫിസിക്കൽ മണി, അതായത് ഫിസിക്കൽ മണി അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മണിയല്ല വരുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്, അതവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പഠിക്കാനായിട്ട് പറ്റുന്നത് ആ രീതിയിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്. എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ മണി മാർക്കറ്റിനുള്ളത്? ഫസ്റ്റ് പറയുന്നത് എന്താണ്, ബോറോവിങ് ആൻഡ് ലെൻഡിങ് പ്ലാറ്റ്ഫോം. ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ബോറോവിങ്ങും അതുപോലെ തന്നെ ലെൻഡിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലിക്വിഡിറ്റി എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. ഷോർട്ട് ടേം ഫിനാൻസിങ് ആണ് ഇവിടെ നടക്കുന്നത്. ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, വളരെ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മണി മാർക്കറ്റിലുള്ളത്. റിസ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ബെഞ്ച് മാർക്ക് ഉണ്ട്. പിന്നെന്താ പറയുന്നത്, മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻസ്, ട്രേഡിംഗ് ഓഫ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമ്മൾ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കി. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് 10ഓളം പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം പറയുന്നതാണ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം വേണം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എ എഫിഷ്യൻറ്റ് ആൻഡ് സ്ട്രക്ചേർഡ് ബാങ്കിങ് സിസ്റ്റം ഈസ് എസെൻഷ്യൽ ഫോർ എ മണി മാർക്കറ്റ് ടു ഫംഗ്ഷൻ സ്മൂത്ത്ലി. അതായത് മണി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻസ് വളരെ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം വേണം. ഇവിടെ പറയുന്ന ഓരോ പോയിൻറ്റ്സിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ എന്താ പറയുന്നത് എഴുതണം എന്നില്ല. ഈ പോയിന്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മീനിങ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പോയിന്റ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ അതിനകത്ത് വരിക എന്നുള്ളതാണ്. എക്സ്പ്ലനേഷൻ ഇത് തന്നെ വേണമെന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം വേണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സിസ്റ്റൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. എന്തിൻ്റെ എക്സിസ്റ്റൻസ്, സെൻട്രൽ ബാങ്കിൻ്റെ എക്സിസ്റ്റൻസ് വേണം. എങ്ങനെ, അതായത് സെൻട്രൽ ബാങ്ക് എങ്ങനെ ആക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റെഗുലേറ്റർ ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ഒക്കെ ആയിട്ടാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബിൽ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റേറ്റ് ലെൻഡിങ് ആൻഡ് ബോറോവിങ്. അതായത് ക്രെഡിറ്റ്, കടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാവുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് തമ്മിൽ, ബാങ്ക്സ്, ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് തമ്മിൽ, ഇവരൊക്കെ തമ്മിൽ എന്ത് വേണം, കോർഡിനേഷൻ വേണം. എങ്കിൽ മാത്രമേ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മണി മാർക്കറ്റ് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു നല്ല മണി മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ദ മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, എ സിംഗിൾ ഓർ യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഒരൊറ്റ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റ് ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് പല ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇല്ലാതിരിക്കുക, അതായത് ഒറ്റ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, പ്രസൻസ് ഓഫ് ബിൽ മാർക്കറ്റ്. എന്തിൻ്റെ പ്രസൻസ് വേണം, ബിൽ മാർക്കറ്റിൻ്റെ പ്രസൻസ്. എ മാർക്കറ്റ് ഫോർ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ലൈക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ എനേബിൾസ് ഷോർട്ട് ടേം ബോറോവിങ് ആൻഡ് ലെൻഡിങ്. അതായത് ബിൽ മാർക്കറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. എന്താണ് ബിൽ മാർക്കറ്റ് എന്നുള്ളത് ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കും എന്താണ് ബിൽ മാർക്കറ്റ് എന്നുള്ളത്.
പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവും അല്ലെ. ആഡിക്വേറ്റ് ഫണ്ട് ആൻഡ് ലിക്വിഡിറ്റി ആർ നെസസറി ഫോർ എ മണി മാർക്കറ്റ് ടു ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി. നല്ല രീതിയിൽ ഒരു മണി മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ട്സിന് എന്തുണ്ടായിരിക്കണം, ആഡിക്വേറ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നുള്ളത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിലും കാര്യങ്ങളും നടക്കണം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെക്കൻഡറി മാർക്കറ്റ് വേണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. ഈ സഫീഷ്യൻറ്റ് സപ്ലൈ ഓഫ് ഫണ്ട്സ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് എൻഷുർ ചെയ്യും, ബോറോവേഴ്സിനാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആക്സസ് ചെയ്യാനും ലെൻഡേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ഫണ്ട് സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. എന്തെല്ലാം ഫങ്ഷൻസ് ആണ് മണി മാർക്കറ്റിനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RBI's മോണിറ്ററി പോളിസീസ്. RBIയുടെ മോണിറ്ററി പോളിസീസ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ്, ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടില്ല, എന്നാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ആംബിൾ അവന്യൂ ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് ഫെയർ റിട്ടേൺസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഫെയർ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടാനായിട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് എന്ത് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറയുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ എന്ത് കൊണ്ടുവരിക, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ള പോയിൻ്റാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് പ്രൊവൈഡ് ഫണ്ട് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യുന്നത്, ത്രൂ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ സേവിങ്സ് ചെയ്യുന്ന സമയത്താണ് ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത് അല്ലേ. പിന്നെ ഷോർട്ട് ടേം അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ഇന്റർ ബാങ്കിങ് പറയുന്ന ഒരു പോയിന്റാണ്. എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട് ടു മീറ്റ് ഇറ്റ് ഡെഫിസിറ്റ്സ്. ഗവൺമെൻറ്റിന് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മണി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നു. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. എന്തെല്ലാമാണ് ഒരു മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ആദ്യം പറയുന്നത് എന്താണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ ട്രേഡിൽ ഫിനാൻസിങ് നടത്തുന്നു, ഇൻഡസ്ട്രിയിൽ ഫിനാൻസിങ് നടത്തുന്നു. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ RBI ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്ത് പ്രൊവൈഡ് ഗൈഡ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും എൻകറേജ് ചെയ്യുന്നു. ഇതിലേതെങ്കിലും പോയിന്റിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ, സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് അല്ല. ഇവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡിൽ ഫിനാൻസ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാട്ടോ. ഇൻഡസ്ട്രിയും അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നു, സെൻട്രൽ ബാങ്കുകളെ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേവിങ്സ്. ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ മണി മാർക്കറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഓവർവ്യൂ പറഞ്ഞു, മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമ്മൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെ ബൈഹാർട്ട് പഠിച്ചു പോകരുത്, അറിയുന്ന കാര്യങ്ങൾ മനസ്സിലായത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്, ഇതും അങ്ങനെ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ബൈഹാർട്ട് ചെയ്യാണ്ട് അറിയുന്ന പോയിന്റ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാർട്ടിൽ പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.